അപ്പം നമുക്ക് പഠിക്കാനുള്ള ടു പോർട്ട് നെറ്റ്വർക്ക്സ് ആണ്. ടു പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗറിൽ കാണുന്നുണ്ടല്ലോ, ടു പോർട്ട്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോർട്ട് കണ്ടോ, V1 I1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പോർട്ട് V1 I1 എന്ന് പറയുന്നത് ഫസ്റ്റ് പോർട്ട്. ഒരു പോർട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ടെർമിനൽസ് കാണും, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനലുണ്ട് ഇവിടെ. അതുപോലെ തന്നെ സെക്കൻഡ് ഔട്ട്പുട്ട് പോർട്ട് എന്ന് പറയുന്നത് V2 I2 എന്ന് കറണ്ടും വോൾട്ടേജും മാർക്ക് ചെയ്തിരിക്കുന്നത് ഔട്ട്പുട്ട് പോർട്ടാണ്. ഇതിലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ കാണും. അപ്പോൾ ഒരു പോർട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ടെർമിനൽസ് കാണും. ഇവിടെയും ഇൻപുട്ടിൽ ഒരു പോർട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ടെർമിനലുണ്ട്. അങ്ങനെ ഇതിനെയാണ് നമ്മൾ ടു പോർട്ട് നെറ്റ്വർക്ക്സ് പറയുന്നത്. ഇൻപുട്ട് പോർട്ടുണ്ട്, ഔട്ട്പുട്ട് പോർട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള നമ്മുടെ ഈ ഒരു ടു പോർട്ട് നെറ്റ്വർക്ക് എന്നൊരു ബോക്സ് വെച്ചിരിക്കുന്നത് കണ്ടോ. ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇതിനകത്ത് നമ്മുടെ റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും സോഴ്സും അതുപോലത്തെ ഒരുപാട് എലമെൻറ്റ്സ് വരുന്ന ഒരു നെറ്റ്വർക്കാണ്. നമ്മൾ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബോക്സ് ആക്കി. ദെൻ ഇതിൻ്റെ ഇൻപുട്ടിലെ സൈഡിലെ വോൾട്ടേജ് ആൻഡ് കറണ്ട്, ഇതുപോലെ ഔട്ട്പുട്ട് സൈഡിലെ വോൾട്ടേജ് ആൻഡ് കറണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് സിമ്പിൾ സർക്യൂട്ടാണെന്ന് വിചാരിക്കരുത്. ഇതിനകത്ത് ഒരുപാട് കോംപ്ലക്സ് റെസിസ്റ്ററും കപ്പാസിറ്ററും ഇൻഡക്ടറും ഒക്കെ വരുന്ന നെറ്റ്വർക്ക്സ് ആവാം ഈ ഒരു ടു പോർട്ട് നെറ്റ്വർക്ക് എന്ന് എഴുതിയിരിക്കുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടു പോർട്ട് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഒരു ഐഡിയ വന്നത്. അപ്പം ഇതിൽ നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സും കാര്യങ്ങളുമാണ് പഠിക്കാനുള്ളത്. ഈ ടു പോർട്ടിനകത്ത് നമ്മൾ ഓൾറെഡി അനാലിസിസ് ട്രാൻസിസ്റ്റർ പഠിച്ചപ്പം ട്രാൻസിസ്റ്ററിൻ്റെ പാരാമീറ്റേഴ്സിൽ നമ്മൾ ഈ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന സംഭവം പഠിച്ചിരുന്നു. ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്, ഇവിടെ കണ്ടില്ലേ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടൊക്കെ വരച്ചത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റേഴ്സ്. ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ഈ ഒരു മെട്രിക്സ് ഇക്വേഷൻ ഉണ്ട്, ഈ ഇക്വേഷൻ സെറ്റ് പഠിച്ചു വയ്ക്കണം. ദെൻ പ്രോബ്ലം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ ഈ ഒരു ബോക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എന്താണ് ഓരോ പാരാമീറ്റേഴ്സ് എന്ന് പഠിക്കാം. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പാരാമീറ്റേഴ്സ് സർക്യൂട്ട്സ് ഉണ്ടോ, ഈ ഓപ്പൺ സർക്യൂട്ട് ഇമ്പിഡൻസ്, ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ്, ട്രാൻസ്മിഷൻ പാരാമീറ്റർ ആൻഡ് ഹൈബ്രിഡ് പാരാമീറ്റർ, ഈ 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഓപ്പൺ സർക്യൂട്ട് ഇമ്പിഡൻസ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ കൺസെപ്റ്റ് എന്ന് നോക്കാം. ഓപ്പൺ സർക്യൂട്ട് ഇമ്പിഡൻസ് പാരാമീറ്റർ ആണ്. സോ നമ്മൾ പറയാൻ പോകുന്ന എല്ലാ പാരാമീറ്റേഴ്സും ഇസഡ് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ഇസഡ് പാരാമീറ്റർ എന്നറിയാം. സോ ഇമ്പിഡൻസ് പാരാമീറ്റേഴ്സിനെ പറ്റി പറയുമ്പം ഇസഡ് പാരാമീറ്റേഴ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇവിടെ എന്തുകൊണ്ടായിരിക്കും ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റർ എന്ന് പറയുന്നത്? നമുക്കിവിടെ ഒരു ടു പോർട്ട് നെറ്റ്വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ ടു പോർട്ട് നെറ്റ്വർക്കിൽ കണ്ടോ, ഈ ഒരു ടു പോർട്ട് നെറ്റ്വർക്കിൽ ഈ നെറ്റ്വർക്കിൻ്റെ ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റർ, അതായത് നമ്മൾ ഈ ഒരു പോർട്ട് കണ്ടോ, ഇൻപുട്ട് പോർട്ടിനെ ഓപ്പൺ ചെയ്യുമ്പം അവിടെ കിട്ടുന്ന പാരാമീറ്റേഴ്സ് നോട്ട് ചെയ്യുന്നു. അതുപോലെ ഔട്ട്പുട്ട് സൈഡിനെ ഓപ്പൺ ചെയ്യുമ്പം അവിടെയുള്ള പാരാമീറ്റേഴ്സും നോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് അറിയാമല്ലോ. ഈ ഒരു സൈഡ്, ഒരു ഔട്ട്പുട്ട് പോർട്ടിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കറണ്ട് എന്തായിരിക്കും? ഈ സർക്യൂട്ട് ഓപ്പൺ ആണെങ്കിൽ അവിടെ വോൾട്ടേജ് ഉണ്ടോ, കറണ്ട് ഉണ്ടോ, എന്താ അതിൻ്റെ ഒരു അവസ്ഥ? ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടെ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ വഴിയൊന്നുമില്ല, ഓപ്പൺ ആണ്. സോ കറണ്ട് I2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ V2 എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ മാത്രമേ അതിനെ ക്രോസ് കാണുള്ളൂ. അതുപോലെ ഇൻപുട്ട് സൈഡ് ഓപ്പൺ ചെയ്താലോ, ഇൻപുട്ട് സൈഡിലെ കറണ്ട് I1 എന്ന് പറയുന്ന കറണ്ട് 0 ആവും. V1 എന്ന് പറയുന്ന വോൾട്ടേജ് മാത്രമേ കാണുള്ളൂ. സോ ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡിനെയും ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പം കിട്ടുന്ന പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റർ അല്ലെങ്കിൽ ഇമ്പിഡൻസ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെ ഇമ്പിഡൻസ് പാരാമീറ്റർ ആയി എന്ന് നമുക്ക് നോക്കണം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. V1 ആൻഡ് V2 ആസ് എ ഫംഗ്ഷൻ ഓഫ് I1 I2 എന്നാണ് പറയുന്നത്. അതായത് ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇൻപുട്ട് സൈഡിൽ എന്ത് മാത്രമേ കാണൂ, വോൾട്ടേജ് മാത്രമേ കാണൂ, അതാണ് V1. ദെൻ ഔട്ട്പുട്ട് സൈഡിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്താലോ, ഔട്ട്പുട്ട് സൈഡിൽ എന്ത് മാത്രമേ കാണൂ, V2 എന്ന് പറയുന്ന സെക്കൻഡറി അല്ലെങ്കിൽ ഔട്ട്പുട്ടിലെ ടെർമിനൽ സെക്കൻഡ് പോർട്ടിലെ വോൾട്ടേജ് മാത്രമേ കാണുള്ളൂ V2 എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ V1 ആൻഡ് V2 ആസ് എ ഫംഗ്ഷൻ ഓഫ് I1 I2 എന്ന് പറയുന്നത്. അപ്പം V1 ഇവിടെ കണ്ടോ, ഈ ഒരു മെട്രിക്സ് പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം, മെട്രിക്സ് ഫോം പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ഇതിൽ V1 ഉം V2 ഉം ആസ് എ ഫംഗ്ഷൻ ഓഫ് I1 ആൻഡ് I2 എന്ന് കാണാം. അപ്പം നമുക്കറിയാം V = I × Z ആണ് ഇക്വേഷൻ. സോ നമ്മുടെ ഓംസ് ലോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് V = I Z. അപ്പം നമുക്കറിയാം V1 V2 എന്ന് പറയുന്നത് ആസ് എ
ഫംഗ്ഷൻ ഓഫ് I1 I2 എന്താണ് അതിൻ്റെ പാരാമീറ്റേഴ്സ്? കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്താ? ഇസഡിൻ്റെ മെട്രിക്സ് ആണ്. ഇസഡിൻ 2 പോർട്ട് നെറ്റ്വർക്ക് ആയതുകൊണ്ട് ഒരു 2x2 മെട്രിക്സ് ആയിരിക്കും. അതുകൊണ്ട് Z11, Z12, Z21 ആൻഡ് Z22 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഈ പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് ഇമ്പിഡൻസ് ആയത്? നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ഇക്വേഷന് മെട്രിക്സിനെ നമ്മൾ ഇക്വേഷൻ ആക്കി എഴുതിയേക്കുക. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ഓർമ്മയുണ്ടോ? കേൾക്കുന്നുണ്ടോ പറയുന്നത്? അപ്പം നമ്മൾ ഇവിടെ ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുക. V1 is equal to ഫസ്റ്റ് റോ ഇൻറ്റു കോളം, ദാറ്റ് ഈസ് Z11 I1 പ്ലസ് Z12 I2. ദെൻ അടുത്ത ഇക്വേഷൻ V2 എന്ന് പറയുന്ന ഇക്വേഷന് എങ്ങനെ എഴുതാം? സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അതാണ് Z21 I1 പ്ലസ് Z22 I2 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി എങ്ങനെ നമുക്ക് Z11 Z എന്ന് എന്തുകൊണ്ടായിരിക്കും ഇതിനെ വിളിച്ചത്? നമ്മൾ ആദ്യം ഒരു നമ്മുടെ ഔട്ട്പുട്ട് പോർട്ടിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്നു. ഔട്ട്പുട്ട് പോർട്ട് എന്ന് പറയുന്നത് ആരാ? ഇത് ഈ ഒരു ഫിഗറിനകത്ത് ഔട്ട്പുട്ട് പോർട്ട് എന്ന് പറയുന്നത് എവിടെ? ഈ V2 എന്ന് പറയുന്ന പോർട്ടാണ്, സെക്കൻഡ് പോർട്ടാണ്. ഈ പോർട്ടിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക മീൻസ് ഇത് ഓപ്പൺ ആണ്. I2 എന്ന് പറയുന്ന കറണ്ട് എന്താകും ആ സമയത്ത്? കറണ്ട് I2 എന്ന് പറഞ്ഞാൽ എന്താ? 0 ആയിരിക്കും. സോ V2 എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ മാത്രമേ ഇവിടെ കാണുള്ളൂ. I2 is equal to 0. അപ്പം സെക്കൻഡ് പോർട്ട് ഓപ്പൺ ചെയ്യുക മീൻസ് I2 is equal to 0. അപ്പം നമുക്ക് ഈ ഇക്വേഷനിൽ I2ന് 0 എന്ന് കൊടുക്കാം. ഈ ഒരു എക്സ്പ്രഷനിൽ, ഈ മെട്രിക്സിൻ്റെ ഇക്വേഷനിൽ I2ന് 0 കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ V1 ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2. അപ്പോൾ ഈ I2ന് 0 കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ടേം 0 ആവും. ദെൻ Z11 is equal to എന്താന്ന് കിട്ടും? V1 ഡിവൈഡഡ് ബൈ I1 എന്ന് കിട്ടും. സോ V1 ബൈ I1 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. V1 ബൈ I1. അതുകൊണ്ടാണ് ഇതിനെ Z11 എന്ന് എഴുതിയിരിക്കുന്നത്. V1 ബൈ I1 എന്നാണ്. നമുക്കറിയാം V ബൈ I ഇസ് എന്തുവാ? ഇംപിഡൻസ് ആണ്. അതുകൊണ്ടാണ് ഇയാൾ എന്തായത്? Z എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ ഓപ്പൺ സർക്യൂട്ട് ഇംപിഡൻസ് പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. Z11 is equal to V1 ബൈ I1 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇംപിഡൻസ് ആണ് കിട്ടിയത്. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ നോക്കുക. V2 is equal to എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ I2ന് 0 കൊടുക്കുക. I2 0 മീൻസ് എന്താ? ഔട്ട്പുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ടഡ് എന്നാണ് മീനിങ്. I2 is equal to 0. I2 0 ആകുമ്പം Z21 എന്ന് പറഞ്ഞ പാരാമീറ്റർ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് V2 ഡിവൈഡഡ് ബൈ I1. V2 ബൈ I1 ആണ് നമുക്ക് കിട്ടുന്നത്. സോ Z21 എന്ന് പറയുമ്പോൾ എന്താ? Z21 V2 ബൈ I1 അതങ്ങനെയാണ് വരുന്നത്. സോ എഗെയിൻ നമുക്ക് V ബൈ I ആണ് കിട്ടിയത്. അതിനെ എന്ത് ചെയ്യാം? ഇംപിഡൻസ് എന്ന് വിളിക്കാമല്ലോ. ദെൻ അടുത്ത പാരാമീറ്റേഴ്സ് എങ്ങനെ ആയിരിക്കും കിട്ടുന്നത്? Z12 Z22 എങ്ങനെ ആയിരിക്കും കിട്ടുന്നത്? ഏത് ടെർമിനൽ ഓപ്പൺ ചെയ്യണം? ഇൻപുട്ട് ടെർമിനലിനെ ഓപ്പൺ ചെയ്യുക. ഇൻപുട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യാൻ മീൻസ് നിങ്ങൾ ഫിഗർ നോക്കുക. ഇതാണ് ഇൻപുട്ട് സൈഡ്. ഈ ഇൻപുട്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് ടെർമിനലിനെ ഓപ്പൺ ചെയ്യുന്നു. ഇൻപുട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യുമ്പം I1 ഈക്വൽ ടു 0 ആവും. എഗെയിൻ നിങ്ങൾ ഇക്വേഷൻ എടുക്കുക. I1ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ രണ്ട് ഇക്വേഷനിലും I1ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? ഏതൊക്കെ കിട്ടും? Z12 is equal to V1 by I2 and Z22 is equal to V2 by I2. ഇതിന് എന്ത് മനസ്സിലാവും നമുക്ക്? ഈ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ച എല്ലാ പാരാമീറ്റേഴ്സും എന്ത് തന്നെയാണ്? ഇംപിഡൻസ് ആണ്. V by I ആണ് നമുക്ക് കിട്ടുന്നതെല്ലാം. അപ്പോൾ അത്രയും മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. Z പാരാമീറ്റർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് 2 പോർട്ട് നെറ്റ്വർക്ക് ആണ്. 2 പോർട്ടിലെയും വോൾട്ടേജും കറണ്ടും പറയണം. സോ V1 V2 ആസ് എ ഫംഗ്ഷൻ ഓഫ് I1 I2 ആണ് എഴുതുന്നത് എന്നുള്ളത് മാത്രം ഓർത്താൽ മതി. അവിടുത്തെ കോൺസ്റ്റൻറ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് Z ആയിരിക്കും. Z എന്ന് പറയുന്നത് ഇംപിഡൻസ് ആവാനുള്ള കാരണം V ബൈ I എന്നുള്ള ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ 4 ഇംപിഡൻസസ് ആയിരിക്കും കിട്ടുന്നത്. അതിന് ഇനി ഇതാണ് കേസ് 1. ഇവരിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് I2 0 ആക്കിയപ്പോൾ ഉള്ള. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ Z11 എന്ന് പറഞ്ഞാൽ V1 ബൈ I1 വെൻ I2 is equal to 0. I2 0 മീൻസ് ഓപ്പൺ സർക്യൂട്ട് ചെയ്തത് ഔട്ട്പുട്ട് പോർട്ടാണ്. ഔട്ട്പുട്ട് പോർട്ട് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് Z11 കിട്ടി, Z21 കിട്ടി. Z11നെ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് എന്നാണ് വിളിക്കുന്നത്. അതായത് V1 ബൈ I1 ആണ്. V1ഉം I1ഉം എവിടുത്തെ പാരാമീറ്റേഴ്സാണ്? ഇൻപുട്ട് പോർട്ടിൽ വോൾട്ടേജും കറണ്ടുമാണ്. അപ്പം V1 ബൈ I1 ആണ് എന്ത്? Z11 എന്ന് പറയുന്നത്. അതിനെ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് എന്നാണ് വിളിക്കുന്നത്. വിത്ത് എപ്പോഴാണ്? ഔട്ട്പുട്ട് ഓപ്പൺ സർക്യൂട്ടഡ്. അപ്പം അതുപോലെ തന്നെ Z21 കിട്ടി. ദാറ്റ് ഈസ് V2 ബൈ I1 വെൻ ഔട്ട്പുട്ട് ഈക്വൽ ടു 0. ദെൻ അതിനെ വിളിക്കുന്നത് ട്രാൻസ്ഫർ ഇംപിഡൻസ് വിത്ത് ഔട്ട്പുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ടഡ്. അപ്പോൾ ട്രാൻസ്ഫർ ഇംപിഡൻസ് ആണ് Z21 എന്ന് പറയുന്നത്.
അതുപോലെ കേസ് 2-ൽ എന്താ ചെയ്തത്, ഇൻപുട്ട് പോർട്ടിനെ ഓപ്പൺ ചെയ്തു, ദാറ്റ് ഇസ് I1 ഈക്വൽ ടു 0. I1 0 ആക്കിയപ്പോൾ നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് കിട്ടും, Z12 ആൻഡ് Z22. അഗെയിൻ Z12 എന്ന് പറയുന്നത് 1-ൽ നിന്ന് 2-ലേക്ക് എന്നാണ് ട്രാൻസ്ഫർ ഇമ്പിഡൻസ്. Z22 എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു പോർട്ടിലെ മാത്രം ഇമ്പിഡൻസ് ആണത്. V2/I2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പോർട്ട്, അതല്ലെങ്കിൽ ഔട്ട്പുട്ട് പോർട്ടിലെ ഇമ്പിഡൻസ് ആണ്. ഇറ്റ് ഈസ് ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ് ഓഫ് പോർട്ട് 2. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്കിത് ഇന്ന് മനസ്സിലാവും, എല്ലാം മെഷർ ചെയ്യുമ്പോൾ ഇതെല്ലാം എന്താ, ഇമ്പിഡൻസ് വാല്യൂസ് ആണ്. ഇമ്പിഡൻസ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇമ്പിഡൻസ് വാല്യൂസിൻ്റെ യൂണിറ്റ് എന്താ, ഓംസിലായിരിക്കും ഇതെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു 2-പോർട്ട് നെറ്റ്വർക്കിൻ്റെ ദ ഇക്വലൻറ്റ് സർക്യൂട്ട് ഓഫ് എ 2-പോർട്ട് നെറ്റ്വർക്ക് ഇൻ ടേംസ് ഓഫ് Z പാരാമീറ്റർ. അതായത് ഈ ഒരു ഫിഗർ നോക്കിക്കുക, Z പാരാമീറ്റർ വെച്ചിട്ട് നിങ്ങൾ സൂം ചെയ്ത് നോക്കണേ. ഫിഗർ നിങ്ങൾക്ക് സൂം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ Z11, Z12, Z21 ആൻഡ് Z22 4 പാരാമീറ്ററാണ്. 2-പോർട്ട് നെറ്റ്വർക്കിൽ 4 പാരാമീറ്റേഴ്സ് ആയിരിക്കും വരുന്നത്, ബിക്കോസ് 2x2 മെട്രിക്സ് ആയിരിക്കും. അപ്പം നമ്മുടെ കയ്യിൽ ഇൻപുട്ട് പോർട്ട് നേരത്തെ മാർക്ക് ചെയ്ത പോലെ V1 I1 ആൻഡ് V2 I2 എന്ന് പറയുന്ന 4 വോൾട്ടേജ് ആൻഡ് കറണ്ട് വാല്യൂസ് ഉണ്ട്. എല്ലാം ശ്രദ്ധിച്ചോണം നിങ്ങൾ. കറണ്ട് I1 ആൻഡ് I2ൻ്റെ ഡയറക്ഷൻ ഇൻ ടു ദ നെറ്റ്വർക്കാണ്. ഇൻപുട്ട് പോർട്ടിൽ നിന്ന് അകത്തേക്ക്, അതുപോലെ ഔട്ട്പുട്ട് പോർട്ടിൽ നിന്നും അകത്തേക്കാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അടുത്ത വേറൊരു സെറ്റ് പാരാമീറ്റർ വരുമ്പോൾ ഡയറക്ഷൻ ചിലപ്പം വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് ആ ഡയറക്ഷൻ നോക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഡയറക്ഷൻ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മൈനസ് കൊടുക്കുകയൊക്കെ വേണം. അപ്പം നിങ്ങൾ ഫിഗർ നോക്കുക. ഈ ഫിഗർ എങ്ങനെയായിരിക്കും വരച്ചത്? നമുക്കറിയാം, നമ്മൾ ഓൾറെഡി സർക്യൂട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചപ്പോൾ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചിരുന്നു. ഇവിടെ നമുക്ക് ഇൻപുട്ട് സൈഡിൽ V1 ആൻഡ് I1 എന്ന് പറയുന്ന വോൾട്ടേജും കറണ്ടും ഉണ്ട്. നമുക്ക് ഫസ്റ്റ് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് Z11 ആണ്. Z11 എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് V1/I1. ദാറ്റ് ഈസ്, ഞാൻ പറഞ്ഞു ഇതിനെ നമ്മൾ പറയുന്നത് എല്ലാം Z പാരാമീറ്റർ ആണ്, ഇമ്പിഡൻസ് ആണ്. ഈ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ്. ഇവിടെ നിന്നാണല്ലോ സർക്യൂട്ട് ഡ്രൈവ് ചെയ്യുന്ന ഇൻപുട്ട് എടുക്കുന്നത്. ഇതിന് ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ് ആണ്. ദാറ്റ് ഈസ് V1/I1. ആ പോർട്ടിലെ തന്നെ ഇമ്പിഡൻസ് ആണ്. സോ Z11 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ഇമ്പിഡൻസ് ആയിട്ട് കണക്ട് ചെയ്തു. ദെൻ നമുക്കറിയാം ഈ V1, ഈ ഒരു KVL ഈ ലൂപ്പിൻ്റെ നിങ്ങൾ എഴുതി നോക്കിയാൽ എന്ത് കിട്ടും? V1 is equal to Z11 into I1. അതാണ് നമ്മുടെ ഈ 2-പോർട്ടിലെ ആദ്യത്തെ ഈ ഇക്വേഷൻ നോക്കുക. V1 is equal to Z11 into I1. ഓക്കെ ആണല്ലോ. Z11 എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ് ഇൻറ്റു ആ പോർട്ടിലെ തന്നെ കറണ്ട്. ദെൻ Z12 ഇൻറ്റു I2. നമ്മളിപ്പോൾ ഇൻപുട്ട് പോർട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ Z12 ഇൻറ്റു I2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ I2 എന്ന് പറയുന്ന കറണ്ട് എവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്? ഔട്ട്പുട്ട് സർക്യൂട്ടിലെ കറണ്ടാണ്. സോ അത് നമുക്ക് ഇവിടെ ഡിപ്പെൻഡൻ്റ് ആവണമെങ്കിൽ ഇതെന്തായിരിക്കണം? ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആയിരിക്കും ഉണ്ടായോ. V ആണ്, ഇത് വോൾട്ടേജ് ആണ്. ലെഫ്റ്റ് സൈഡിൽ V1 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. സോ നമുക്ക് ഈ കിട്ടിയിരിക്കുന്നതൊക്കെ വോൾട്ടേജസ് ആയിരിക്കണം. Z11 I1 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. അതുപോലെ Z12 I2 എന്ന് പറയുന്നതും ഒരു വോൾട്ടേജ് ആവണം, I ഇൻറ്റു Z. ബട്ട് I2 എന്ന് പറയുന്ന കറണ്ട് എവിടുത്തെ കറണ്ടാ? സെക്കൻഡ് പോർട്ടിലെ കറണ്ട് അല്ലയോ. അപ്പം നമുക്ക് അതിനനുസരിച്ച് ഇമ്പിഡൻസ് ഇവിടെ എങ്ങനെ മാർക്ക് ചെയ്യും? അതിനെയാണ് നമ്മൾ പഠിച്ച വോൾട്ടേജ്. എന്താണിത്? ക്ലിയർ ആണോ നിങ്ങൾക്ക്? എനിക്ക് എൻ്റെ ഫോണിൽ ക്ലിയർ ആവുന്നില്ല. ഇവിടെ Z12 I2 എന്നാണ് എഴുതിയിരിക്കുന്നത്. Z12 I2 എന്ന് പറയുന്ന ഡിപ്പെൻഡൻറ്റ് സോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? I2 എന്ന് പറയുന്ന കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. I2 എന്ന് പറയുന്ന കറണ്ട് എവിടുത്തെ കറണ്ടാണ്? സെക്കൻഡ് പോർട്ടിലെ കറണ്ടാണ് I2. സോ I2നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് സോഴ്സ്? വോൾട്ടേജ് സോഴ്സ്. കറണ്ട് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സാണ്. ഏത് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന? സെക്കൻഡ് പോർട്ടിലെ കറണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന വോൾട്ടേജ് സോഴ്സാണിത്. നമുക്കറിയാം വോൾട്ടേജേ വരാൻ പറ്റൂ, കാരണം Z ഇൻറ്റു I ആണ്. അതുകൊണ്ടാണത് വോൾട്ടേജ് സോഴ്സ് ആയത്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വോൾട്ടേജ് സോഴ്സാണ്. ബട്ട് എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ അതിനെ ഒരു വോൾട്ടേജ് സോഴ്സായിട്ട് എഴുതാഞ്ഞേ? I1 Z11 എന്ന് പറയുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് വോൾട്ടേജ് സോഴ്സ് ആവാഞ്ഞത്? ബിക്കോസ് I1 എന്ന് പറയുന്ന കറണ്ട് തന്നെയാണ് ഈ ലൂപ്പിൽ പോകുന്നത്. സോ നമുക്കതിനെ ഇമ്പിഡൻസ് ആയിട്ട് പ്ലോട്ട് ചെയ്യാം. Z11 is an impedance. Z12 I2 is a current dependent voltage source. ദെൻ നമ്മൾ അടുത്ത സെക്കൻഡ് പോർട്ടിലേക്ക് വരികയാണ്. സെക്കൻഡ് പോർട്ട് എന്ന് പറയുന്നത് എന്താ? V2 I2 എന്ന് പറയുന്ന വോൾട്ടേജും കറണ്ടുമാണ് അവിടെ ഉള്ളത്. ഈ V2 I2 എന്ന് പറയുന്ന ആ V2ൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
Z22 ഇൻറ്റു I2. Z22 I2 എന്ന് പറയുന്നത് Z22 ഇസ് ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ്. സോ നമുക്ക് I2 എന്ന് പറയുന്ന കറണ്ടാണ് ആ ലൂപ്പിലുള്ളത്. സോ Z22 ഇസ് എൻ ഇംപിഡൻസ്. ദെൻ Z21 I1 എന്ന് പറയുന്നത് എന്തായിരിക്കും? അഗെയിൻ I1 എന്ന് പറയുന്ന കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സോഴ്സാണ്. കറണ്ട് എന്ന് പറയുന്ന I1 എവിടുത്തെയാ? ഈ ഇൻപുട്ട് സൈഡിലെയാണ്. സോ നമുക്ക് അവിടെ കാണിക്കാൻ പറ്റില്ല. സോ Z21 I1 ഇസ് എ കറണ്ട് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ്. ഇതാണ് ഇതിൻ്റെ ഇസഡ് പാരാമീറ്ററിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതിനകത്ത്. ഇതുപോലെ എല്ലാ നെറ്റ്വർക്സിലും ഇതിൻ്റെ റെസിപ്രോസിറ്റി ആൻഡ് കണ്ടീഷൻ ഫോർ സിമെട്രി, ഈ രണ്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ മെട്രിക്സ് പറഞ്ഞു, Z11, Z12, Z21 ആൻഡ് Z22 എന്ന് പറഞ്ഞാൽ ഇസഡിൻ്റെ മെട്രിക്സ്. ഈ മെട്രിക്സിൽ നോക്കി, ഈ മെട്രിക്സിൽ Z11 ഈക്വൽ ടു Z22 ആവുകയാണെങ്കിൽ ഇത് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടീഷൻ പഠിച്ചു വയ്ക്കുക തൽക്കാലം. ഇത് പ്രോബ്ലം ചെയ്യുമ്പം എങ്ങനെയാണ് Z11 Z22 ഈക്വൽ ആവുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ Z11 ഈക്വൽ ടു Z22 ആണെങ്കിൽ ഇറ്റ് ഈസ് സിമെട്രിക്. ഈ ഒരു കണ്ടീഷനും കൂടെ പഠിച്ചു വയ്ക്കണം. Z11 ഈക്വൽ ടു Z22 ആണെങ്കിൽ the network is said to be symmetrical network, and if Z12 is equal to Z21, the network is said to be reciprocal. നമ്മൾ പഠിച്ചാണ് റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞ തിയറം ഒക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ അത് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്റർ ആണ്. നമ്മൾ ആദ്യം പഠിച്ചത് ഓപ്പൺ സർക്യൂട്ട് ഇംപിഡൻസ് പാരാമീറ്റർ ആണ്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം ഷോർട്ട് സർക്യൂട്ട് ടെർമിനലിനെ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ പോകുന്നു. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടാൻ പോകുന്നത് അഡ്മിറ്റൻസ് ആയിരിക്കും. എങ്ങനെയാണ് അത് കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പം നേരെ ഓപ്പോസിറ്റ് പഠിക്കാൻ ഭയങ്കര ഈസിയാണ്. ഇസഡ് പാരാമീറ്റർ എങ്ങനെയാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ അഡ്മിറ്റൻസ്. ബിക്കോസ് അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് 1/Z ആണ്. അപ്പോൾ ഇസഡിന് എന്തൊക്കെ ചെയ്തോ നമ്മൾ സർക്യൂട്ടിൽ അതിന് ഓപ്പോസിറ്റ് കാര്യങ്ങളായിരിക്കും ഒരു Y പാരാമീറ്റർ അല്ലെങ്കിൽ അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സിന് ചെയ്യേണ്ടത്. ഇതിനെ ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്റർ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ അഗെയിൻ 2 പോർട്ട് നെറ്റ്വർക്ക് ഉണ്ട്. ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് എടുക്കുക. ഈ 2 പോർട്ട് നെറ്റ്വർക്കിൽ നമുക്ക് വരുന്ന ഷോർട്ട് സർക്യൂട്ടിങ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഫസ്റ്റ് പോർട്ടിനെ നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? ഇസഡ് പാരാമീറ്ററിൽ എന്താ ചെയ്തത്? ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക ചെയ്തത്. ഫസ്റ്റ് പോർട്ടിന് പ്രൈമറി അല്ലെങ്കിൽ ഇൻപുട്ട് പോർട്ടിനെ ഓപ്പൺ ചെയ്തു, ഔട്ട്പുട്ട് പോർട്ടിനെ ഓപ്പൺ ചെയ്തു. ഇവിടെ നമുക്ക് ഷോർട്ട് സർക്യൂട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഇൻപുട്ട് പോർട്ടിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു, അതിന് കിട്ടുന്ന പാരാമീറ്റേഴ്സ് നോക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അഡ്മിറ്റൻസാണ് കിട്ടുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ ഔട്ട്പുട്ട് സൈഡിനെയും ഷോർട്ട് ചെയ്യുന്നു. അപ്പം ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ റിലേഷൻസ് എന്ന് പറയുന്നത് I1 ആൻഡ് I2 ഈസ് ഫങ്ഷൻ ഓഫ് V1 ആൻഡ് V2. അതായത് നമ്മൾ എഴുതാൻ പോകുന്നത് I1ൻ്റെയും I2ൻ്റെയും ഇക്വേഷനാണ്. I1ഉം I2ഉം ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? V1 ആൻഡ് V2 എന്ന് പറഞ്ഞ വോൾട്ടേജസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഇസഡ് പാരാമീറ്റർ പറഞ്ഞപ്പോൾ പറഞ്ഞു V1 ആൻഡ് V2 ഡിപ്പെൻഡ്സ് ഓൺ ആരാണ്? I1 ആൻഡ് I2. കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമായിരുന്നു അവിടുത്തെ വോൾട്ടേജസ്. ഇവിടെ Y പാരാമീറ്റർ ഓർ ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്റർ ആണ് പഠിക്കുന്നത്. അവിടെ നമുക്ക് കിട്ടേണ്ടത് പാരാമീറ്റർ ഏതാ? അഡ്മിറ്റൻസ് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ തന്നെ അറിയാം I1 I2ൻ്റെ ഇക്വേഷൻ ആയിരിക്കും എഴുതുന്നത്. I1 I2 ആസ് എ ഫങ്ഷൻ ഓഫ് V1 ആൻഡ് V2 ആണ് നമ്മൾ എഴുതുന്നത്. ദെൻ ഇതിൻ്റെ മെട്രിക്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഈ മെട്രിക്സ് പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. നമ്മൾ ഓൾറെഡി ഇസഡിന് എഴുതിയ മെട്രിക്സ് എങ്ങനെയായിരുന്നു? V1 V2ൻ്റെ മെട്രിക്സ് എഴുതി. അവിടെ എന്തായിരുന്നു? Z11 Z12 Z21 Z22 ആയിരുന്നു. ഇവിടെ അതെല്ലാം മാറി Y പാരാമീറ്റർ ആവും. ദെൻ I1 I2ന് പകരം എന്തായി? V1 V2 ആയി. അത്രയേ ഉള്ളൂ വ്യത്യാസം. നമുക്കറിയാം I ഈസ് ഈക്വൽ ടു Y ഇൻറ്റു V ആണ്. ദാറ്റ് ഈസ് അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ I/V ആണ്. അത്ര ഓർത്താൽ മതി. Y ഈക്വൽ ടു I/V. ഇനി നമ്മൾ ഈ പാരാമീറ്റേഴ്സ് 4 കണ്ടുപിടിക്കണം. ഓരോന്നും കണ്ടുപിടിച്ച് നോക്കാം. ഈ ഇക്വേഷനെ എക്സ്പാൻഡ് ചെയ്തത് അറിയാമല്ലോ, മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുവാണ്. I1ൻ്റെ എക്സ്പ്രഷൻ Y11 V1 Y1 പ്ലസ് Y12 V2. അതുപോലെ I2 ഈസ് ഈക്വൽ ടു Y21 V1 പ്ലസ് Y22 V2 എന്ന് കിട്ടും. ദെൻ ഈ I1 ആൻഡ് I2ൻ്റെ എക്സ്പ്രഷനിൽ നിന്നും നമുക്ക് എന്ത് കിട്ടണം? ഈ പാരാമീറ്റേഴ്സ് 4 കിട്ടണം. ആ പാരാമീറ്റർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം?
നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വോൾട്ടേജസ്. V1 V2നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഒന്നുകിൽ V1 സീറോ ആവണം, അല്ലെങ്കിൽ V2 സീറോ ആവണം. V1 എപ്പോഴാണ് സീറോ ആവുന്നത്? V1 എപ്പോഴാണ് സീറോ ആവുക? V1 ഈക്വൽ ടു സീറോ മീൻസ് എന്താ? ഇൻപുട്ട് പോർട്ട് എന്ന് പറയുന്നത് എന്താവണം? ഷോർട്ട് സർക്യൂട്ട് ആവണം. ഇൻപുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ മീൻസ് ഇൻപുട്ട് സൈഡിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് സീറോ ആവും, പക്ഷെ കറണ്ട് വിൽ ബി ദർ. ഷോർട്ട് സർക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഹൈ കറണ്ടും സീറോ വോൾട്ടേജ് എന്നാണ്. അപ്പം നമുക്ക് V1 എന്ന് പറയുന്ന വാല്യൂ സീറോ ആവും. V1 സീറോ ആയാൽ ഫസ്റ്റ് ഇക്വേഷനിൽ V1 സീറോ ആയാൽ ഈ ടേം അങ്ങ് പോവും. Y11 V1 എന്ന് പറയുന്ന ടേം അങ്ങ് പോവും. പിന്നെ എന്ത് മാത്രമേ കിട്ടൂ? Y12 is equal to I1 by V2. അതാണ് ഇവിടെ രണ്ട് കേസസ് എടുത്തിരിക്കുന്നത്. ഇൻപുട്ട് പോർട്ടിനെ ഷോർട്ട് ചെയ്യുന്നു. ഇൻപുട്ട് പോർട്ട് ഷോർട്ട് ചെയ്യുമ്പം V1 സീറോ എന്നാണ് മീനിങ്. ദെൻ Y12 എന്ന് പറയുന്നത് I1 by V2 എന്ന് കിട്ടും. എപ്പോഴാണ്? V1 സീറോ ആകുമ്പം. ഇറ്റ് മീൻസ് ഇൻപുട്ട് ഷോർട്ട് ചെയ്യുമ്പം. ദെൻ I1 by V2 എന്ന് പറയുന്നതിന് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, 1 to 2 എന്നാണ് വരുന്നത്. ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് ആണിത്. അതുപോലെ നമുക്ക് അടുത്ത പാരാമീറ്റർ കിട്ടും. കാരണം ഈ ഇക്വേഷനിൽ നമ്മൾ V1ന് സീറോ കൊടുത്തപ്പോൾ നമുക്ക് Y12 കിട്ടി. ഇവിടെ V1ന് സീറോ കൊടുക്കുമ്പോഴോ സെക്കൻഡ് ഇക്വേഷനിൽ Y22 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു I2 by V2. I2 by V2 എന്ന് പറയുന്നത് എന്തിനെയാണ്? ഇറ്റ് ഈസ് ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ്. ക്ലിയർ ആയോ? ഇൻപുട്ട് പോർട്ടിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ട് പാരാമീറ്റേഴ്സ് ആണ് പറഞ്ഞത്, Y12 ആൻഡ് Y22. അപ്പം ഒരു ടെർമിനലിലെ തന്നെ വോൾട്ടേജും കറണ്ടിൻ്റെ റിലേഷൻ ആണെങ്കിൽ ഇതിനെ ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ്, ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ് എന്നായിരിക്കും പറയുക. അതുപോലെ ഇത് Y1 to 2, അതുപോലെ Z1 to 2, Z21, Y21 എന്നൊക്കെ പറയുന്നത് ട്രാൻസ്ഫർ ഇമ്പിഡൻസും ട്രാൻസ്ഫർ അഡ്മിറ്റൻസും ഒക്കെയാണ്. ദെൻ ഫസ്റ്റ് കേസ് നമ്മൾ എടുത്തത് V2 ഇക്വൽ ടു സീറോ. V2 ഇക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് പോർട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോർട്ടിനെ ഷോർട്ട് ചെയ്യുന്നു. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം കറണ്ടേ ഉള്ളൂ, വോൾട്ടേജ് ഇല്ല. V2 ഇക്വൽ ടു സീറോ. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷനിൽ V2ന് സീറോ കൊടുക്കുക. ഫസ്റ്റ് ഇക്വേഷനിൽ V2ന് സീറോ കൊടുക്കുമ്പോൾ കിട്ടുന്നത് Y11 വിച്ച് ഈസ് ഈക്വൽ ടു I1 by V1. അതുപോലെ Y21 ഇസ് ഈക്വൽ ടു I2 by V1. ഈ രണ്ട് വാല്യൂസും കിട്ടും. Y11 കിട്ടും, Y21 കിട്ടും. Y11 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻപുട്ട് പോർട്ടിലെ അഡ്മിറ്റൻസ് ആണ്, ദാറ്റ് ഇസ് ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ്. Y21 എന്തായിരിക്കും? ട്രാൻസ്ഫർ അഡ്മിറ്റൻസ്. അങ്ങനെ 4 വാല്യൂസ് കിട്ടും. ഈ 4 വാല്യൂസും എന്തുകൊണ്ടായത് അഡ്മിറ്റൻസ് വാല്യൂസ് ആയ Y ഈക്വൽ ടു I by V എന്നാണ് നമുക്ക് കിട്ടുന്നത്. I by V എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ഇമ്പിഡൻസ് ആണ്, ദാറ്റ് ഇസ് V by I ആണ് Z. സോ I by V ആണ് Y പാരാമീറ്റർ അല്ലെങ്കിൽ അഡ്മിറ്റൻസ് പാരാമീറ്റർ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്ററിൽ നിന്ന് Z പാരാമീറ്റേഴ്സ് കിട്ടും. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് Y പാരാമീറ്റേഴ്സ് ആണ്. ദെൻ അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇക്വലൻറ്റ് സർക്യൂട്ടിൽ നോക്കിക്കുക, നേരത്തെ വരച്ച പോലെ തന്നെ V1 I1 കറണ്ടും വോൾട്ടേജും ഇൻപുട്ട് പോർട്ടിലെ അകത്തേക്കാണ് വരച്ചിരിക്കുന്ന. കറണ്ടിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിച്ചോണം. ദെൻ V2 I2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് പോർട്ട്. ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇൻവേർഡാണ് I2. ദെൻ ഇവിടെ നമുക്ക് ഇനി നെറ്റ്വർക്ക് വരയ്ക്കണം. ഈ നെറ്റ്വർക്ക് എങ്ങനെയാണ് ഇങ്ങനെ വന്നോ നോക്കണം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഈ പോർട്ടിൻ്റെ ഇക്വേഷൻ V1 I1 എന്ന് പറയുന്ന കറണ്ട്, നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷനാണ് ഉള്ളത്. I1 ഇസ് ഈക്വൽ ടു Y11 V1 പ്ലസ് Y12 V2 ആണ്. കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താ? I1 ഇസ് ഈക്വൽ ടു ഇൻപുട്ട് പോർട്ടിലെ കറണ്ട് എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. കറണ്ട് ഡിവിഷൻ ആണ് ഇവിടെ. Y11 V1 പ്ലസ് Y12 V2. അപ്പോൾ Y11 എന്ന് പറയുന്ന അഡ്മിറ്റൻസാണ്. നമ്മൾ ഇമ്പിഡൻസ് ആണെങ്കിൽ നമ്മൾ സപ്ലൈക്ക് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. പക്ഷേ അഡ്മിറ്റൻസ് ആണെങ്കിൽ നമ്മൾ അതിന് പാരലായിട്ട് കണക്ട് ചെയ്യണം. ദെൻ Y11 V1 എന്ന് പറയുന്നത് എന്താ? കറണ്ടാണ്. Y എന്ന് പറഞ്ഞാൽ I by V ആണല്ലോ. സോ നമുക്ക് കിട്ടുന്നത് ഒരു കറണ്ട് വാല്യൂ ആണ്. പ്ലസ് Y12 V2. V2 എന്ന് പറയുന്നത് സെക്കൻഡ് പോർട്ടിലെ വോൾട്ടേജ് അല്ലയോ. ഇപ്പോൾ സെക്കൻഡ് പോർട്ടിലെ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തായിരിക്കും ഇത്? എന്തായിരിക്കണം? വോൾട്ടേജ് സോഴ്സ് ആണോ ഇത്? അല്ല, ബിക്കോസ് Y ഇൻറ്റു V ആണ്. Y എന്ന് പറഞ്ഞാൽ എന്താ? I by V ആണ്. വിയും വിയും ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് കറണ്ടാണ്. അപ്പോൾ ഇതും നമുക്ക് കിട്ടേണ്ട കറണ്ടാണ്. ഏത്? Y12 V2 കറണ്ടാണ്, Y11 V1 കറണ്ടാണ്. സോ ഇത് നമുക്ക് Y11നെ അഡ്മിറ്റൻസ് ആയിട്ട് കണക്ട് ചെയ്യാം. ദേ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഫസ്റ്റ് എലമെൻറ്റ് Y11. നമ്മൾ ഇമ്പിഡൻസ് ആണെങ്കിൽ ഇവിടെ സീരീസ് I1ന് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക.
ബട്ട് ഇവിടെ കറണ്ട് ഡിവൈഡ് ആവുകയാണ്. I1 എന്ന് പറയുന്ന കറണ്ട് വരുന്നു ഇൻപുട്ടിൽ നിന്ന്. ആ വരുന്ന കറണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ഒന്ന് ഇതിലേക്കൂടെ Y11 എന്ന് പറയുന്ന അഡ്മിറ്റൻസിലൂടെ Y11 V1 എന്ന് പറയുന്ന കറണ്ട്. ദെൻ അടുത്തത് Y12 V2യിലൂടെ പോകണം. Y12 V2 എന്ന് പറഞ്ഞാൽ എന്താ? V2 ഇസ് സെക്കൻഡ് ടെർമിനൽ വോൾട്ടേജ്. അപ്പം V2നെ ഡിപ്പെൻഡ് ചെയ്യും, സെക്കൻഡ് ടെർമിനൽ വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തായിരിക്കും ഇത്? കറണ്ട് സോഴ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് Y ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ കറണ്ടാണ്. അപ്പോൾ കറണ്ട് സോഴ്സാണ് ഇത്. ഒരു ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ആയിരിക്കും. ഡിപ്പെൻഡ്സ് ഓൺ എന്ത്? വോൾട്ടേജ്. ഏത് വോൾട്ടേജാണ്? സെക്കൻഡ് ടെർമിനലിലെ വോൾട്ടേജ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ആയി, ദാറ്റ് ഈസ് കറണ്ട് വന്നു, രണ്ടിനും ഡിവൈഡായി. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്താ? I2 ഇസ് എന്താ? Y22 V2. അഗെയിൻ ആദ്യം വരച്ച പോലെ തന്നെ Y22 ഇസ് ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ്. ഏത് പോർട്ടിൽ? സെക്കൻഡ് പോർട്ടിൽ. സോ Y22 ഈ പോർട്ടിനെ ക്രോസ് ആയിട്ട് വരയ്ക്കാം നമുക്ക്. അഡ്മിറ്റൻസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. സോ Y22 V2 എന്ന് പറയുന്നത് എന്തായിരിക്കും? I2ൻ്റെ ഒരു പാർട്ടാണ് ഇതിലേക്കൂടെ പോകുന്നത്. ദെൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. രണ്ടാമത്തെ പാർട്ട് Y21 V1. Y21 V1 എന്ന് പറയുന്നതും ഒരു കറണ്ട് വാല്യൂ ആണ്. ഡിപ്പെൻഡ്സ് ഓൺ V1. ഇൻപുട്ട് പോർട്ടിലെ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കറണ്ട് സോഴ്സ്. വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ വരച്ചിരിക്കുന്നത്. ദെൻ അതിൻ്റെ കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ Y12 = Y21 ആയിരിക്കും. ദെൻ സിമെട്രി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ Y11 = Y22. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അടുത്ത നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് ഓർ ABCD പാരാമീറ്റർ ആണ്. ട്രാൻസ്മിഷൻ ഇതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ഒക്കെ ABCD പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ Z പാരാമീറ്റേഴ്സിൽ എല്ലാ പാരാമീറ്ററും ഇമ്പിഡൻസ് ആയിരുന്നു. Yയിലെ എല്ലാ പാരാമീറ്റേഴ്സും എന്തായിരുന്നു? അഡ്മിറ്റൻസ് ആയിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് ABCD എന്ന് കൊടുക്കാം. പല കാര്യങ്ങളുണ്ട്. അതായത് ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് ഓർ ചെയിൻ പാരാമീറ്റേഴ്സ് ഓർ ABCD പാരാമീറ്റേഴ്സ് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. പ്രോബ്ലത്തിൽ ചിലപ്പം നോർമലി ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. ചെയിൻ പാരാമീറ്റേഴ്സ് എന്ന് അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ എല്ലാ പേരുകളും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പം ഇവിടെ നമ്മൾ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും റിലേഷൻ പോർട്ടിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഇക്വേഷൻ ഫോം നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ബിക്കോസ് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച രണ്ടെണ്ണം ഇസഡും വൈയും നമുക്ക് ഒരേ ടൈപ്പ് പാരാമീറ്റർ. ഇസഡ് ആണെങ്കിൽ ഇംപിഡൻസ് ആണ്, ഓം ആണ് അതിൻ്റെ യൂണിറ്റ്. വൈ ആണെങ്കിൽ അഡ്മിറ്റൻസ് ആണ്, മോയാണ് അതിൻ്റെ യൂണിറ്റ്, അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് ആണ് അതിൻ്റെ യൂണിറ്റ്. ദെൻ അടുത്ത നമുക്ക് വരുന്നതെന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ പാരാമീറ്റർ ആണ്. ട്രാൻസ്മിഷൻ പാരാമീറ്റർ ഓർ ABCD പാരാമീറ്റേഴ്സ് ആണ്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ ഫോം പഠിച്ചു വയ്ക്കുക. V1 I1 എന്ന് പറഞ്ഞാൽ ഒരു പോർട്ട് എടുക്കുകയാണ്. ഏത് പോർട്ടാണ്? ഇൻപുട്ട് പോർട്ട്. ഇൻപുട്ട് പോർട്ടിലെ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഈസ് റിലേറ്റഡ് ടു എന്താണ്? ഫങ്ഷൻ ഓഫ് V2 ആൻഡ് -I2. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. ബാക്കി എല്ലാ പാരാമീറ്റർ നമ്മൾ ഇസഡും വൈയും പഠിച്ചപ്പം കറണ്ട് ഇൻ ടു ദ പോർട്ട് എന്നാണ് പഠിച്ചത്. പക്ഷേ ഇത് ട്രാൻസ്മിഷൻ പാരാമീറ്റർ ആണ്. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പം നമ്മുടെ പോർട്ട് എന്ന് വിചാരിക്കുക. ഇവിടേക്ക് നമ്മൾ I1 എന്ന് പറഞ്ഞ കറണ്ട് വന്നു. ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകണ്ട. ഇത് നെറ്റ്വർക്കിനകത്തൂടെ കയറി പവർ ട്രാൻസ്മിറ്റ് ചെയ്യുവാണ്. ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ അകത്തോട്ട് വരയ്ക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ ഇപ്പം ഇതാണ് നമ്മുടെ ജനറേറ്റിംഗ് സൈഡ് എന്ന് വിചാരിക്കുക. ഈ ജനറേറ്റിംഗ് എൻഡിൽ നിന്ന് പവർ ട്രാൻസ്ഫർ ചെയ്ത് ഇതുവഴിയാണ് ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് വഴി ഡിസ്ട്രിബ്യൂട്ടറിലോട്ട് എത്തണം പവർ. അപ്പോൾ ഇവിടുന്ന് കറണ്ട് ഔട്ട്വേർഡ് ആണ് പോകേണ്ടത് ഈ നെറ്റ്വർക്കിൽ നിന്ന്. മനസ്സിലായോ? ട്രാൻസ്മിഷൻ പാരാമീറ്റർ വരുമ്പം I2ൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, അകത്തേക്കല്ല പുറത്തേക്കാണ് പോകേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ -I2 എന്ന് എഴുതിയിരിക്കുന്നത്. V1 I1 ആസ് എ ഫങ്ഷൻ ഓഫ് V2 ആൻഡ് -I2 എന്നാണ് എഴുതുന്നത്. സോ മെട്രിക്സ് എന്ന് പറയുന്നത് V1 I1 = ABCD. ഒരു മെട്രിക്സിനകത്ത് എന്തൊക്കെ വരും? ABCD ആൻഡ് V2 -I2. ഇവിടെ മെട്രിക്സ് എഴുതിയിട്ടില്ല, നിങ്ങൾ ബുക്കിൽ എഴുതുമ്പോൾ എഴുതിക്കോളുക. V1 I1 എന്ന് പറയുന്ന ഒരു കോളം മെട്രിക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ABCD എന്ന് പറയുന്ന ഒരു 2x2 മാട്രിക്സ്. ദെൻ V2 ആൻഡ് -I2.
അതാണ് നമ്മുടെ ട്രാൻസ്മിഷൻ പാരാമീറ്ററിലെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ഇൻപുട്ട് പോർട്ട് V1 I1 എന്ന് പറയുന്ന പോർട്ടിലെ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഈസ് റിലേറ്റഡ് ടു ഓർ ഡിപ്പെൻഡ് ഓൺ എന്താണ് V2 ആൻഡ് -I2. അപ്പം നമുക്കിനി ഉണ്ടോ ഇവിടെ പോർട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് V1 എന്ന് പറയുന്നതും I1 എന്ന് പറയുന്ന വോൾട്ടേജ് ആൻഡ് കറണ്ടിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ഈ 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ കറണ്ട് ഔട്ട്വേർഡ് ദ നെറ്റ്വർക്കാണ്. ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകണം. നമ്മൾ കൺവെൻഷനലി ഇൻവേർഡ് എന്നാണ് പോർട്ടിൽ എടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ -I2 എഴുതി കണ്ടോ, മെട്രിക്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. V1 I1 ABCD പാരാമീറ്റേഴ്സ് V2 ആൻഡ് -I2. ഈ ഒരു മെട്രിക്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എ എന്ന് പറയുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് ഇമ്പിഡൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് ഓരോന്നും ഓരോരോ സാധനങ്ങളായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചത് പാരാമീറ്റേഴ്സ് എല്ലാം ഇസഡ് ആയിരുന്നു, അല്ലെങ്കിൽ പാരാമീറ്റർ എല്ലാം വൈ ആയിരുന്നു. ഇവിടെ ഒരു മിക്സഡ് പാരാമീറ്റേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. മിക്സഡ് എന്ന് പറഞ്ഞാൽ ഗെയിൻ ആവാം, വോൾട്ടേജ് ഗെയിനോ കറണ്ട് ഗെയിനോ ഇമ്പിഡൻസോ അഡ്മിറ്റൻസോ, അങ്ങനെ പല കാര്യങ്ങൾ ചേരുന്ന ഒരു മെട്രിക്സ് ആണ്. സോ ഈ മെട്രിക്സിനെ ട്രാൻസ്മിഷൻ മെട്രിക്സ് എന്ന് വിളിക്കും. ഇനി ഓരോ പാരാമീറ്റേഴ്സ് നമുക്ക് നോക്കാം. നമ്മൾ നിങ്ങൾ ഇപ്പോൾ 2 എണ്ണം പഠിച്ചത് വെച്ച് നോക്കുക. നമുക്ക് V1 I1ൻ്റെ റിലേഷൻ ഇൻ ടേംസ് ഓഫ് V2 ആൻഡ് -I2 ആണ്. അപ്പം V2 -I2ൻ്റെയും വാല്യൂസ് വെച്ചിട്ടാണ് നമുക്ക് ഇത് V1 I1 മാറുന്നത്. അപ്പം നമുക്ക് ABCയുടെ വാല്യൂ വേണം. അപ്പം ABCയുടെ ഇക്വേഷൻ നോക്കിയേ, V1 = AV2 - BI2. അപ്പം നമുക്ക് A എന്ന് പറയുന്ന പാരാമീറ്റർ വേണമെങ്കിൽ എന്ത് ആവണം, ഈ സെക്കൻഡ് പോർട്ടിനെ, അതായത് ഈ സെക്കൻഡ് പോർട്ടിലെ കറണ്ട്, അതായത് I2 = 0 ആവണ്ടായോ. I2 0 ആവുന്നത് എപ്പോഴാണ്? ഓൾറെഡി നമ്മൾ പഠിച്ചു. I2 എപ്പോഴാണ് 0 ആവുന്നത്? സെക്കൻഡ് പോർട്ട് ഓപ്പൺ ചെയ്യുമ്പോഴാണ്. അപ്പം നമ്മൾ സെക്കൻഡ് പോർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം കണ്ടോ, വെൻ ദ ഔട്ട്പുട്ട് പോർട്ട് ഈസ് ഓപ്പൺ സർക്യൂട്ടഡ്, അതായത് സെക്കൻഡ് പോർട്ടിനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. സെക്കൻഡ് പോർട്ട് ഓപ്പൺ ചെയ്യുമ്പം I2 = 0 എന്നാണല്ലോ കൊടുക്കേണ്ടത്. I2 ന് 0 കൊടുത്ത് നോക്കി. ഇവിടെ I2 ന് 0 കൊടുക്കുമ്പം ഏത് പാരാമീറ്ററാണ് കിട്ടുന്നത്? V1 = AV2 - BI2 ആണ്. സോ I2 0 ആയി കഴിഞ്ഞാൽ എന്താ, V1 = AV2 എന്ന് കിട്ടും. ഈ ഇക്വേഷൻ നോക്ക്, മെട്രിക്സ് പറ്റാത്തൊരു ഇക്വേഷൻ എഴുതിയിട്ട് നോക്ക്. V1 = A × V2 എന്ന് കിട്ടും. I2 0 ആയി പോവാണ്. I2 0 മീൻസ് സെക്കൻഡ് പോർട്ട് ഈസ് ഓപ്പൺ സർക്യൂട്ടഡ്. സോ A = V1/V2 എന്ന് കിട്ടും. A = V1/V2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഏത് പാരാമീറ്റർ ആയിരിക്കും ഇത്? V/V, വോൾട്ടേജ് തന്നെയല്ലേ വരാം. A = V1/V2 എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഗെയിൻ ആണത്. വെച്ചാൽ ഇറ്റ് ഈസ് A = V/V എന്നുള്ള ഫോമാണ്. അത് ഇമ്പിഡൻസോ അഡ്മിറ്റൻസോ ഒന്നും ആവത്തില്ല. വോൾട്ടേജ് ബൈ വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് എ റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ വിത്ത് ഔട്ട്പുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ടഡ്. ഇതിനെ പറയുന്നത് റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ഇക്വേഷനിലും I2 ന് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? C = ഇവിടെ DI2 എന്ന് പറയുന്നത് 0 ആയി പോവും. C = I1/V2 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? സിയുടെ വാല്യൂ I/V. I/V എന്ന് പറഞ്ഞാൽ എന്താ? അഡ്മിറ്റൻസ് വാല്യൂ അല്ലയോ. സോ I1/V2 എന്ന് കിട്ടും. നമുക്കറിയാം I1/V2 രണ്ട് ഡിഫറെൻറ്റ് പോർട്ടിലെ കറണ്ടും വോൾട്ടേജുമാണ്. സോ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് വിത്ത് ഔട്ട്പുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ടഡ്. ഇനി നമുക്കപ്പോൾ എയുടെയും സിയുടെയും വാല്യൂ കിട്ടി. നമുക്ക് ബിയും ഡിയും അല്ലേ വേണ്ടേ? ബിയും ഡിയുടെയും വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? V2 0 ആയാലല്ലേ കിട്ടൂ. V2 0 ആവുക മീൻസ് എന്താ? സെക്കൻഡ് പോർട്ട്, അതായത് ഈ നമ്മൾ ആദ്യം പറഞ്ഞു V1 I1 ഈസ് ഡിപ്പെൻസ് ഓൺ V2 ആൻഡ് I2 ആണ്. അപ്പം I2-നനുസരിച്ച് നമ്മൾ എയും സിയും കിട്ടി. V2-നെ 0 ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? B ആൻഡ് D കിട്ടണം. അപ്പം V2 0 മീൻസ് സെക്കൻഡ് പോർട്ടിനെ എന്ത് ചെയ്യണം? ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് പോർട്ടിനെ, ഈ പോർട്ടിനെ ഷോർട്ട് ചെയ്യുന്നു. ഈ പോർട്ടിനെ ഷോർട്ട് ചെയ്യുമ്പം V2 0 ആവും. I2 എന്ന് പറയുന്ന കറണ്ട് മാത്രമേ കാണുള്ളൂ. സോ ഇവിടെ ഔട്ട്പുട്ട് പോർട്ട് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്, ദാറ്റ് ഇസ് V2 = 0 എന്ന് കൊടുക്കുന്നു. വി വിൽ ഗെറ്റ് B = -V1/I2 എന്ന് കിട്ടും. B = -V1/I2. ഇക്വേഷൻ നോക്കിയേ, B = -BI2 അല്ലേ. A 0 ആയി, AV2 0 ആയി, -BI2 = V1 എന്ന് കിട്ടും. സോ B = -V1/I2 എന്ന് കിട്ടും. നമുക്കറിയാം V1/I2 എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ് ആയിരിക്കും. സോ രണ്ട് ഡിഫറെൻറ്റ് പോർട്ടിലെയാണ് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഇമ്പിഡൻസ്. അതുപോലെ തന്നെ D ലാസ്റ്റ് പാരാമീറ്റർ ABCയുടെ എയും ബിയും സിയും കിട്ടി. D എന്ന് പറഞ്ഞാൽ എന്താ? V2 0 ആകുമ്പോൾ D = -I1/I2. അഗെയിൻ I/I എന്നുള്ള ഫോമാണ്. I1/I2 എന്ന് പറഞ്ഞാൽ കറണ്ട് ഗെയിൻ ആണ്.
റിവേഴ്സ് കറണ്ട് ഗെയിൻ എന്ന് അറിയാൻ കാര്യം I1/I2 ആയതുകൊണ്ടാണ്. ഇപ്പോൾ റിവേഴ്സ് കറണ്ട് ഗെയിൻ വിത്ത് ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ടഡ്. ഇനി ഇതിൻ്റെ കണ്ടീഷൻ ഫോർ സിമട്രി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ച പോലെ തന്നെ ഈ മെട്രിക്സിൽ നമ്മൾ Z11ഉം Z22ഉം ഈക്വൽ ആണെന്ന് പറഞ്ഞു, Y11ഉം Y22ഉം ഈക്വൽ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ A = D ആവുമ്പോഴാണ് കണ്ടീഷൻ ഫോർ സിമട്രി. പക്ഷേ റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. ഇസഡിൻ്റെ റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാൽ Z12ഉം Z21ഉം സെയിം ആണ്, Y12ഉം Y21ഉം സെയിം ആണ്, അങ്ങനെയാണ് കണ്ടീഷൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ റെസിപ്രോസിറ്റിയുടെ കണ്ടീഷൻ നെറ്റ്വർക്ക് റെസിപ്രോക്കൽ ആവണമെങ്കിൽ AD - BC = 1. ഏതാ AD - BC എന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റർമിനൻ്റ് ഓഫ് ABCD മെട്രിക്സ്. ഡിറ്റർമിനൻ്റ് എങ്ങനെ? A × D - B × C. AD - BC = 1 ആവുകയാണെങ്കിൽ എന്താ കണ്ടീഷൻ? ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ നെറ്റ്വർക്ക്. ക്ലിയർ ആയോ? അപ്പം AD - BC എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് ABCD ആണ്. ഡിറ്റർമിനൻ്റ് = 1 ആണെങ്കിൽ നെറ്റ്വർക്ക് ഈസ് റെസിപ്രോക്കൽ. ഇനി ലാസ്റ്റ് പാരാമീറ്റർ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് ആണ്. ഹൈബ്രിഡ് പാരാമീറ്റേഴ്സിൽ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഉണ്ട് മിസ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് ആണ്. ഹൈബ്രിഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇസഡും വൈയും ഇമ്പിഡൻസും അഡ്മിറ്റൻസും ഒക്കെ തന്നു നമുക്ക്. ABCD വന്നപ്പം അതും ഹൈബ്രിഡ് ആയിരുന്നു. കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് ഗെയിൻ കിട്ടി. ഇമ്പിഡൻസ് വന്നു, അഡ്മിറ്റൻസ് വന്നു, കറണ്ട് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ ഒക്കെ പല പല സാധനങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അനലോഗിൽ ട്രാൻസിസ്റ്ററിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചപ്പം ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്. ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഒരു 2-പോർട്ട് നെറ്റ്വർക്കിലെ എലമെൻസിന് നമ്മൾ നോക്കി ഈ ഒരു ഫംഗ്ഷൻ പഠിക്കണം. നമ്മൾ ഓൾറെഡി ഇസഡ് പഠിച്ചപ്പം ഇവിടെ രണ്ടും വോൾട്ടേജാണ് വന്നത്. അഡ്മിറ്റൻസ് പഠിക്കുമ്പം രണ്ടും കറണ്ട് ഡിപ്പെൻസ് ഓൺ വോൾട്ടേജ് എന്നാണ് വന്നത്. ദെൻ ഇസഡ് പാരാമീറ്റർ പഠിക്കുമ്പോൾ ഒരു സിംഗിൾ പോർട്ടാണ് എടുത്തത്. ഏത് പോർട്ടാണ്? V1 I1 എന്ന് പറയുന്ന ഇൻപുട്ട് പോർട്ട് ഡിപ്പെൻസ് ഓൺ ഔട്ട്പുട്ട് പോർട്ട് എന്നാണ് എടുത്തത്. ഇവിടെ ഹൈബ്രിഡിലാണ് V1 ആൻഡ് I2 ഡിപ്പെൻസ് ഓൺ എന്താണ്? I1 V2 എന്നാണ് അതിൻ്റെ ഫംഗ്ഷൻ. തിരിഞ്ഞു പോരുത്, ഇങ്ങനെ പഠിച്ചു വയ്ക്കണം. തിരിച്ചാണെങ്കിൽ ഇതിനെ ഇൻവേഴ്സ് ഹൈബ്രിഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൈബ്രിഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് V1 I2 = ഫംഗ്ഷൻ ഓഫ് I1 V2 എന്ന് വരും. ദെൻ ഇതിൻ്റെ മെട്രിക്സ് അഗെയിൻ 2x2 മെട്രിക്സ്. H പാരാമീറ്റർ ആണ്, സ്മോൾ ലെറ്ററിൽ എഴുതാറ്. H11 H12 H21 H22 എന്ന് പറയുന്ന 2x2 മെട്രിക്സ്. ദെൻ V1 I2 ആസ് എ ഫംഗ്ഷൻ ഓഫ് I1 V2. ഇത്രയാണ് ഹൈബ്രിഡ് പാരാമീറ്റർ. ഇനി ഇതിനെ എന്തുകൊണ്ട് ഹൈബ്രിഡ് എന്ന് വിളിക്കുന്നതെന്ന് ഓരോന്നും കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കപ്പം ഇനി ഓരോ വാല്യൂസ് വേണം. H11 വേണം. H11 വേണമെങ്കിൽ V20 ആവുക. V20 മീൻസ് സെക്കൻഡ് പോർട്ടിനെ ഓപ്പൺ ചെയ്യുക, ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. സെക്കൻഡ് പോർട്ടിനെ ഷോർട്ട് ചെയ്യുക. സെക്കൻഡ് പോർട്ടിനെ ഇവിടെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പം V2 0 കൊടുക്കുക. ഇവിടെ V2 0 കൊടുക്കുമ്പോൾ കിട്ടുന്നത് H11 = V1/I1. നമുക്കറിയാം V/I എന്ന് പറയുന്നത് ഇമ്പിഡൻസ് ആണ്. ഒരു പർട്ടിക്കുലർ പോർട്ടിലെ ഇമ്പിഡൻസ് തന്നെയാണ്, ദാറ്റ് ഈസ് ഇൻപുട്ട് പോർട്ടിലെ ഇമ്പിഡൻസ് ആണ്. സോ ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ് ആണ്. ദെൻ H11 എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇമ്പിഡൻസ്. അടുത്ത നമുക്ക് കിട്ടുന്നത് എന്താ? V20 ആകുമ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് V20 ആകുമ്പോൾ കിട്ടുന്നത് H21 = I/I, I2/I1. രണ്ടും കറണ്ട് അല്ലയോ? ദറ്റ് ഈസ് കറണ്ട് ഗെയിൻ. ഇതിനെ എന്താ പറയും? ഫോർവേഡ് കറണ്ട് ഗെയിൻ. I2/I1. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ലേ ഗെയിൻ? ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് ഗെയിൻ, ഫോർവേഡ് കറണ്ട് ഗെയിൻ. ദെൻ നമുക്കിനി വേണ്ടത് എന്താ? H12 വേണം, H22 വേണം. H12 വേണമെങ്കിൽ ഈ പോർട്ടിൽ എന്താ? I10 ആവണം. I10 മീൻസ് എന്താ? ഇൻപുട്ട് സൈഡ്, ഇൻപുട്ട് പോർട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് പോർട്ടിനെ ഓപ്പൺ ചെയ്യുക. ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ I10 ആവും. സോ H12 = V1/V2 എന്ന് കിട്ടും. കണ്ടോ? I10 ആക്കുന്നു. I10 ആക്കുമ്പം H12 = V1/V2 when I1 = 0. സോ V/V ആണ്. ഇറ്റ് ഈസ് എന്താ? V1/V2. ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ എന്നാണ് പറയുന്നത്.
ദെൻ നമുക്ക് അടുത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ H22 ആണ്. I1 0 ആകുമ്പം H22 എന്താവും I/V, I2/V2. ഒരു പർട്ടിക്കുലർ പോർട്ട് ഏതാ സെക്കൻഡ് പോർട്ടിലെ തന്നെ കറണ്ട് ആൻഡ് വോൾട്ടേജ് I2/V2, ദറ്റ് ഇസ് അഡ്മിറ്റൻസ്. നമുക്ക് കിട്ടുന്നത് I2/V2 ആണ്, ഇറ്റ് ഇസ് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ്. അപ്പോൾ നമുക്ക് H പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കാൻ കാര്യം ഇവിടെ ഡയമെൻഷണലി പല പല സാധനങ്ങളാണ് കിട്ടിയത്. ഇമ്പിഡൻസ് കിട്ടി, അഡ്മിറ്റൻസ് കിട്ടി, വോൾട്ടേജ് ഗെയിൻ കിട്ടി, കറണ്ട് ഗെയിൻ കിട്ടി. സോ ദീസ് ആർ ഓൾ കോൾഡ് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ്. ഇനി അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ എന്തൊക്കെ വരയ്ക്കണം? എല്ലാ എലമെൻസും വരയ്ക്കണം. ഏതൊക്കെ? ഇമ്പിഡൻസ് വരയ്ക്കണം. H11 എന്ന് പറയുന്ന ഒരു ഇമ്പിഡൻസാണ്, സോ സീരീസ് ആയിട്ട് വരയ്ക്കുന്നു. H22 കണ്ടോ, അഡ്മിറ്റൻസ് ആണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാരലായിട്ട് വരച്ച്. ദെൻ H12V2 എന്ന് പറയുന്നൊരു കറണ്ട് വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് വരച്ചു, അതുപോലെ കറണ്ട് ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സും വരച്ചു. അപ്പോൾ ഇവിടെ 4 സാധനങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് നമ്മുടെ ഈ ഹൈബ്രിഡിൻ്റെ ഇക്വേഷൻ എടുത്ത് നോക്കി അറിയാം. V1 ഇസ് ഈക്വൽ ടു H11 I1 പ്ലസ് H12V2 ആണ്. V1 എന്ന് പറഞ്ഞാൽ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പം ഫസ്റ്റ് ഇൻപുട്ട് സൈഡിലെ KVL ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. KVL അപ്ലൈ ചെയ്യാൻ മീൻസ് V1 ഈക്വൽ ടു H11 I1 പ്ലസ് H12V2 ആണ്. സോ H11 ഇൻറ്റു I1 ആവണം, V1 ആവണമെങ്കിൽ എന്താ? H11 വിൽ ബി ആൻ ഇംപിഡൻസ്. അപ്പം ഇംപിഡൻസ് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യും. ദെൻ H12V2 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആവണമെങ്കിൽ എന്താ? ഇറ്റ് ഈസ് എ വോൾട്ടേജ് സോഴ്സ്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? സെക്കൻഡ് പോർട്ടിലെ വോൾട്ടേജ് V2നെ ഡിപ്പെൻഡ് ചെയ്യുന്ന വോൾട്ടേജ് സോഴ്സ്. അതുകൊണ്ടാണ് H12V2. അതുകൊണ്ടാണ് നമ്മളിത് ഒരു KVL എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ, KVL എഴുതുന്ന പോലെയാണ് ഈ സർക്യൂട്ട് വന്നേക്കുന്നത്. കണ്ടോ, V1 I1 എന്ന് പറയുന്ന വോൾട്ടേജും കറണ്ടും I1ൽ ഏതിലൂടെ പോകും? ഈ ഇമ്പിഡൻസ് H11 കൂടെ പോകും, അത് ഇമ്പിഡൻസ് ആണ്. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് വരുമ്പോൾ എന്താ? ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആയേ പറ്റുള്ളൂ, കാരണം വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആയാലേ പറ്റൂ കറണ്ടിൻ്റെ KVL ഇക്വേഷൻ എഴുതുമ്പം. ദെൻ സെക്കൻഡ് സൈഡ് വരുമ്പം നമ്മൾ എഴുതുന്ന ഇക്വേഷൻ കറണ്ടിൻ്റെ ഇക്വേഷൻ അല്ലയോ? I2 is equal to H21 I1 plus H22V2 ആണ്, കറണ്ടിൻ്റെ ഇക്വേഷൻ ആണ്. കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പം നോക്കിക്കേ, ഇവിടുന്ന് കറണ്ട് വന്നിട്ട് ഡിവൈഡ് ആവണ്ടായോ? KCL അല്ലയോ നമ്മൾ കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ I2 is equal to H22V2 എന്ന് പറയുന്നത് അഡ്മിറ്റൻസ് ആയേ പറ്റുള്ളൂ. ദെൻ H21 I1 എന്ന് പറഞ്ഞാൽ കറണ്ട് ആയിരിക്കണം, ബിക്കോസ് കറണ്ടാണ് ഇവിടെ വന്ന് ഡിവൈഡ് ആവുന്നത്. സോ ഇതൊരു കറണ്ട് സോഴ്സ് ആയേ പറ്റുള്ളൂ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കറണ്ട് ഓഫ് ഇൻപുട്ട് പോർട്ട്. ദെൻ അതിൻ്റെ കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി ആൻഡ് സിമെട്രി ആണ്. ഇഫ് H21 is equal to മൈനസ് H12, അതിനെയാണ് റെസിപ്രോക്കൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഡിറ്റർമിനൻ്റ് ഓഫ് H മെട്രിക്സ് ഏതാ? H11 H22 മൈനസ് H12 H21 എന്ന് പറയുന്നത് കണ്ടീഷൻ ഫോർ സിമെട്രി ആണ്. തിരിഞ്ഞു പോകരുത്, ABCD പാരാമീറ്ററുമായിട്ട് ഡിഫറെൻ്റ് ആണിത്. ഡിറ്റർമിനൻ്റ് ഓഫ് H ഈക്വൽ ടു 1 ആണെങ്കിൽ സിമെട്രിക് കണ്ടീഷൻ ആണ്. H21 ഈക്വൽ ടു മൈനസ് H12 ആണെങ്കിൽ ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ നെറ്റ്വർക്ക്. തൽക്കാലം ഇത്രയും കൊണ്ട് നിർത്താമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തൊണ്ട പോകുന്നു കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് എടുത്തപ്പോഴേ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ? കുറച്ച് സ്പീഡിലാണ് പോയേ. അത് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തേക്കാം ഇതും കൂടെ. ഇപ്പോൾ കാണാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കുമ്പം യൂസ്ഫുൾ ആവും. എക്സാം നെക്സ്റ്റ് വീക്കിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് പഠിക്കുക നിങ്ങൾ. എക്സാമിൻ്റെ ഡേറ്റ് 27th തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പം പഠിക്കുക, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ?